തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പണിമുടക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് ലേബർ കമ്മീഷണർ. പണിമുടക്കിനെ തുടർന്ന് ബാഗേജ് നീക്കം 1.5 മണിക്കൂറോളം വൈകുന്നതായി യാത്രക്കാർ പറഞ്ഞു. ഇന്നലെ രാത്രി മുതൽ കാർഗോ നീക്കവും മന്ദഗതിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണി മുതലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചത്. ശമ്പളവും ബോണസും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കേന്ദ്ര ലേബർ കമ്മീഷണർ തൊഴിലാളികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ സാറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് തൊഴിലാളികളുടെ ഒരു അംഗീകരിക്കാനും അല്ലെങ്കിൽ തൊഴിലാളികളുടെ ചർച്ച ചെയ്യാൻ പോലും തയ്യാറില്ലാത്ത രീതിയിൽ ലേബർ കമ്മീഷണർ ഒത്തിരി പ്ലീഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അത് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കിയപ്പോൾ ആ ചർച്ചയിൽ നിന്ന് ആ മിനിറ്റ്സ് പോലും ഒപ്പിടാതെ ധിക്കാരപരമായി ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാമെന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് ഇറങ്ങി. തൊഴിലാളികളുടെ സമരം കാർഗോ പ്രവർത്തനങ്ങളെ ഭാഗികമായി ബാധിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ 30% സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. പകരം തൊഴിലാളികൾ എത്തിച്ച് പ്രശ്നം പരിഹരിച്ചു വരുന്നതായാണ് എയർ ഇന്ത്യ സാറ്റിന്റെ വിശദീകരണം. തൊഴിലാളി സമരം തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു വിമാന സർവീസും റദ്ദാക്കിയിട്ടില്ല. 24 തിരുവനന്തപുരം.